ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 6ാം ക്ലാസ്സിലെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 6ാം ക്ലാസ്സിൻ്റെ അടിസ്ഥാന പാഠാവലി ക്രിസ്മസ് എക്സാമുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും അവയുടെ ആൻസേഴ്സുമാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. നമുക്കറിയാം കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒന്നുമില്ല, കാരണം പുതിയ ടെക്സ്റ്റ് ബുക്ക് ആയതുകൊണ്ട് പുതിയ സിലബസ് ആണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സും ആൻസേഴ്സുമാണ് നമുക്ക് നോക്കാനുള്ളത്. അപ്പോൾ എന്തൊക്കെയാണ് ഇതിലെ ക്വസ്റ്റ്യൻസ് എന്നും ആൻസേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. മാത്രമല്ല നിങ്ങളുടെ ബാക്കി എല്ലാ സബ്ജക്റ്റുകളും ഓരോന്നായിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ആവശ്യമായിട്ടുള്ള കൂട്ടുകാർ പോയിട്ട് കാണണം. അതുപോലെ തന്നെ എക്സാമിൻ്റെ അന്ന് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും കൂടെ അനലൈസ് ചെയ്ത് നോക്കാം. എല്ലാവരും നന്നായിട്ട് പഠിക്കുക, നല്ല മാർക്ക് സ്കോർ ചെയ്യുക. നമുക്ക് നേരെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഫസ്റ്റ് വൺ, പ്രകൃതി ദുരന്തങ്ങൾ മനുഷ്യജീവിതത്തെ എത്രത്തോളം ബാധിക്കുന്നു എന്നത് വെള്ളം പൊങ്ങുമ്പോൾ എന്ന പാഠഭാഗവുമായി ബന്ധപ്പെടുത്തി വിശകലന കുറിപ്പ് തയ്യാറാക്കുക. അപ്പോൾ നമ്മൾ വെള്ളം പൊങ്ങുമ്പോൾ എന്ന് പറയുന്ന ഒരു പാഠഭാഗം അടിസ്ഥാന പാഠാവലി പഠിച്ചിട്ടുണ്ട് അല്ലേ, അവസാനം പഠിച്ച പാഠമാണ്. അപ്പോൾ എന്താണ് അതിൽ പറയുന്നത് എന്നൊക്കെ നമുക്കറിയാം. അപ്പോൾ ആ ഒരു പാഠഭാഗത്തെയും പ്രകൃതി ദുരന്തങ്ങൾ എങ്ങനെയൊക്കെയാണ് മനുഷ്യജീവിതത്തെ ബാധിക്കുന്നത് എന്ന വിഷയവും ബന്ധപ്പെടുത്തി നമുക്ക് ഒരു കുറിപ്പ് തയ്യാറാക്കാം. പ്രകൃതി ദുരന്തങ്ങൾ എത്രത്തോളം മനുഷ്യജീവിതത്തെ ബാധിക്കുന്നു എന്നതും ദുരന്ത സമയത്തെ ഭീതിയും ആശങ്കയും സമൂഹത്തിൽ ഉണ്ടാക്കുന്ന ആഘാതവുമാണ് പാട്ടിലൂടെ നമുക്ക് മനസ്സിലാകുന്നത്. വെള്ളപ്പൊക്കത്തിന്റെ പ്രകോപനം വ്യക്തമായ ഘടകങ്ങളായി പാട്ടിലുണ്ട്. താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറ്റം, മൃഗങ്ങൾക്കുണ്ടാവുന്ന സ്വഭാവമാറ്റം, യാത്രാമാർഗങ്ങൾ തകർക്കപ്പെടൽ എന്നിവ പാട്ടിലൂടെ കൈവരുന്നു. ഇത് കേവലം ഒരു പാട്ടല്ല, ഒരു സാമൂഹിക ആഖ്യാനമാണ് എന്നും ഈ പാട്ട് നമ്മെ ബോധ്യപ്പെടുത്തുന്നു. പാട്ടിൽ വിവരിക്കുന്നത് കേരളത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ സംഭവിച്ച മഴയും അതിന്റെ ഭാഗമായി ഉണ്ടായ വെള്ളപ്പൊക്കവും അതിനാൽ സംഭവിച്ച നാശനഷ്ടങ്ങളും ആണ്. പുഴകളും നദികളും കരകവിഞ്ഞൊഴുകുകയും വീടുകളും ആളുകളും മുങ്ങുകയും ജീവനുകളും ഉപജീവനും എല്ലാം തകർന്നു പോവുകയും ചെയ്യുന്ന ഭീകരമായ അനുഭവങ്ങളാണ് പാട്ടിൽ ആലപിക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ആ പാട്ടിൽ പറയുന്നത് എന്നും പ്രകൃതി ദുരന്തങ്ങൾ മനുഷ്യജീവിതത്തെ എത്രത്തോളം ബാധിക്കുന്നുണ്ട് എന്നും നമുക്കിതിൽ വ്യക്തമാക്കാൻ വേണ്ടി പറ്റും. ഇനി അടുത്ത ചോദ്യമാണ്, KPSC ലളിതയുടെ ആത്മകഥയുടെ പേരെന്താണ്? എന്തായിരുന്നു? കഥ തുടരും എന്നുള്ളതാണ്. ഓക്കെ, കഥ തുടരും. 3, അശ്വമേധം എന്ന നാടകം നിങ്ങളുടെ സ്കൂളിൽ അവതരിപ്പിക്കുന്നു. പ്രദർശനവേദി, നാടകത്തിൻ്റെ പേര്, സമയം, സംഘാടകർ എന്നിവയെല്ലാം ഉൾപ്പെടുത്തി പോസ്റ്റർ തയ്യാറാക്കാനാണ് പറയുന്നത്. അപ്പോൾ പോസ്റ്റർ തയ്യാറാക്കുമ്പോൾ നമ്മൾ ഇത്തരത്തിലൊരു ബോക്സിൻ്റെ ഉള്ളിൽ വരച്ച് തയ്യാറാക്കുക. മാത്രമല്ല അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ചിത്രങ്ങളും കൂടെ കൊടുക്കുന്നത് നന്നായിരിക്കും. അശ്വമേധം നാടകം എന്ന് ഹെഡിങ് ആയിട്ട് കൊടുക്കുക. സ്ഥലം ഗവൺമെൻറ് UP സ്കൂൾ കല്ലൂര്. തീയതി 2025 ഡിസംബർ 31. സമയം രാവിലെ 10 മണിക്ക്. സംഘാടകർ വിദ്യാരംഭം കലാസാഹിത്യവേദി. എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ സ്ഥലം, തീയതി, സമയം, സംഘാടകർ എന്നിവയെല്ലാം ഇതിൽ ഉൾപ്പെടുത്തി. 3, നിങ്ങൾ യാത്ര പോയ ഏതെങ്കിലും പ്രകൃതി ഭംഗിയെക്കുറിച്ചുള്ള ഒരു യാത്രാ വിവരണക്കുറിപ്പ് തയ്യാറാക്കുക. സാധാരണയായിട്ട് യാത്രാ വിവരണക്കുറിപ്പ്, അനുഭവക്കുറിപ്പ് എന്നിവയൊക്കെ വരാറുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങളുടേതായ രീതിയിൽ നിങ്ങളുടെ അനുഭവങ്ങളും നിങ്ങളുടെ യാത്രകളുമാണ് നിങ്ങൾ എഴുതേണ്ടത്. ഓക്കെ. കഴിഞ്ഞ വർഷത്തെ അവധിക്കാലത്ത് ഞാനും എൻ്റെ കുടുംബവും മൂന്നാറിലേക്ക് പോയ യാത്രയെക്കുറിച്ചാണ് ഇവിടെ വിവരിക്കുന്നത്. പ്രകൃതിയുടെ രമണീയത വളരെ അതുല്യതയിൽ കാണാൻ കഴിയുന്ന ഒരു സ്ഥലം കൂടിയാണിത്. കേരളത്തെ സ്വർഗതുല്യമാക്കുന്നതിൽ വളരെയധികം പങ്കുവഹിക്കുന്ന മലനിരകളും പർവ്വതാരികളും വിരിച്ച വഴിയിലൂടെയുള്ള ആ യാത്ര ഒരിക്കലും മറക്കാൻ കഴിയാത്തതാണ്. ആ പച്ചപ്പ് കണ്ണിനും മനസ്സിനും ഒരുപോലെ കുളിർമ നൽകുന്നതായിരുന്നു. 12 വർഷത്തിൽ പൂക്കുന്ന കുറിഞ്ഞിപ്പൂക്കളുടെ ലോകം, ശുദ്ധവായുവിൻ്റെ യഥാർത്ഥ രുചി എന്താണെന്ന് അവിടെ നിന്നും മനസ്സിലാക്കാൻ സാധിക്കും. ഒരുപാട് വന്യജീവികളെ കാണാൻ കഴിഞ്ഞു. തേയിലത്തോട്ടങ്ങളുടെ ഒരു മായാലോകം തന്നെയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഒരു ദിവസം മൊത്തം അവിടെ ചെലവഴിക്കുകയും മനസ്സില്ലാ മനസ്സോടെ തിരികെ വീട്ടിലേക്ക് വരികയും ചെയ്തു. അപ്പോൾ ഇത് മൂന്നാറിൻ്റെ ആ ഒരു പ്രകൃതി ഭംഗിയെക്കുറിച്ചാണ് പറയുന്നത്. മൂന്നാറോ വയനാടോ ഊട്ടിയോ നിങ്ങൾ എവിടെ പോയതായാലും കുഴപ്പമില്ല. അപ്പോൾ നിങ്ങൾ ഒരുപാട് യാത്രകൾ ചെയ്യാറുണ്ടാവും, വീട്ടിൽ നിന്നായാലും സ്കൂളിൽ നിന്നായാലും ഒക്കെ അല്ലേ. അപ്പോൾ അതിൽ ഏതെങ്കിലും ഒരു വിവരണമാണ് നിങ്ങൾ എഴുതേണ്ടത്. ഇത്തരത്തിൽ എന്തെങ്കിലും അനുഭവക്കുറിപ്പ് എഴുതാൻ പറഞ്ഞാലും നിങ്ങൾ എഴുതി തയ്യാറാക്കണം. 5ാമത്തെ പ്രവർത്തനം, വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കൃതിയെക്കുറിച്ച് ഒരു ആസ്വാദന കുറിപ്പ് തയ്യാറാക്കുക. ഓക്കെ. അപ്പോൾ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെയോ അല്ലെങ്കിൽ നിങ്ങൾ വായിച്ച ഏതെങ്കിലും ഒന്നിനെ കുറിച്ച് എഴുതാൻ പറയും, അല്ലെങ്കിൽ നമ്മുടെ പാഠഭാഗത്തിലെ ഏതെങ്കിലും ഭാഗങ്ങളെ കുറിച്ച് ആസ്വാദനം എഴുതാൻ പറയും, അല്ലെങ്കിൽ വല്ല കവിത തന്നിട്ട് അതിനെക്കുറിച്ച് ആസ്വാദനം എഴുതാൻ പറയും. അപ്പോൾ അത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഇവിടെ നമുക്ക് നോക്കാം. വൈക്കം മുഹമ്മദ് ബഷീർ രചിച്ച ബാല്യകാലസഖി മലയാള സാഹിത്യത്തിലെ അത്യന്തം ഹൃദയസ്പർശിയായ ഒരു നോവലാണ്. മജീദിൻ്റെയും സുൽഫത്തിൻ്റെയും നിർമ്മലമായ ബാല്യസ്നേഹം ജീവിതത്തിൻ്റെ കഠിന യാഥാർത്ഥ്യങ്ങൾക്കിടയിൽ എങ്ങനെ തകർന്നു പോകുന്നു എന്നതാണ് ഈ കൃതിയുടെ മുഖ്യധാര.
കഥയുടെ തുടക്കത്തിൽ ഒരുമിച്ച് കളിച്ചും പഠിച്ചും വളർന്ന രണ്ട് നിർമ്മല ഹൃദയങ്ങളാണ് വായനക്കാരൻ കാണുന്നത്. ബാല്യത്തിന്റെ ലാളിത്യവും സൗഹൃദത്തിന്റെ നിർമ്മലതയും ബഷീർ അത്ഭുതകരമായി വരച്ചു കാട്ടുന്നു. മാജിദ് ലോകം കണ്ടു മടങ്ങിയെത്തുമ്പോൾ സുഹറയാണ് ജീവിതം ദാരിദ്ര്യവും പരിവർത്തനങ്ങളും കൊണ്ട് തകർന്ന നിലയിലാണ്. സുഹറയുടെ ജീവിതത്തിലുണ്ടായ ഈ മാറ്റം വായനക്കാരന്റെ മനസ്സിൽ ഒരു വേദനയുണർത്തുന്നു. പ്രണയം, ദാരിദ്ര്യം, പ്രതീക്ഷ, നിരാശ എന്നീ മനുഷ്യാനുഭവങ്ങൾ എല്ലാം സംഗമിക്കുന്നതാണ് ഈ നോവൽ. ബഷീറിന്റെ ലളിതവും മനോഹരവുമായ ഭാഷയാണ് ഈ കൃതിയുടെ വലിയ ശക്തി. യാതൊരു അലങ്കാരവുമില്ലാതെ ഹൃദയത്തോട് നേരിട്ട് സംസാരിക്കുന്ന രചനാശൈലി വായനക്കാരനെ കഥയിൽ കൊള്ളിക്കുന്നു. ഹാസ്യത്തോടൊപ്പം വരുന്ന ഭാവനയും യാഥാർത്ഥ്യവും കഥയെ കൂടുതൽ ജീവന്തമാക്കുകയും ചെയ്യുന്നു. ഓക്കെ, അടുത്തത് അഞ്ചാമത്തേത്, ഇന്നത്തെ തലമുറയും സിനിമയും തമ്മിലുള്ള ബന്ധം വളരെ ശക്തമാണ്. വിലയിരുത്തൽ കുറിപ്പ് തയ്യാറാക്കാനാണ് പറയുന്നത്. ഇന്നത്തെ തലമുറയും സിനിമയും തമ്മിലുള്ള ബന്ധം വളരെ അടുപ്പവും ശക്തവുമാണ്. സിനിമ ഇനി വെറും വിനോദ മാധ്യമമല്ല, യുവാക്കളുടെ ചിന്തകൾ, സ്വപ്നങ്ങൾ, ജീവിതശൈലി, മൂല്യങ്ങൾ എന്നിവയെ സ്വാധീനിക്കുന്ന ഒരു സാംസ്കാരിക ശക്തിയാണ്. ആധുനിക തലമുറയ്ക്ക് സിനിമ ഒരു ആത്മസുഖം പോലെയാണ്. സ്വന്തം വികാരങ്ങൾ, ആശങ്കകൾ, ആഗ്രഹങ്ങൾ എന്നിവ കാണാനും തിരിച്ചറിയാനും കഴിയുന്ന നിർമ്മല കണ്ണാടി. ഫാൻസി മുതൽ യാഥാർത്ഥ്യ ആധാരിത വിഷയങ്ങൾ വരെയെല്ലാം സിനിമയിൽ ഇവരിൽ പുതിയതും വിപുലവുമായ ലോകങ്ങൾ തുറന്നിടുന്നു. സാങ്കേതിക വിദ്യയുടെ വളർച്ചയോടെ സിനിമ കാണൽ കൂടുതൽ എളുപ്പമായതും ഈ ബന്ധം കൂടുതൽ ശക്തിപ്പെട്ടതുമാണ്. സിനിമകൾ ഇന്നത്തെ തലമുറയുടെ രാഷ്ട്രീയ സാമൂഹിക ബോധം വളർത്തുകയും ചെയ്യുന്നു. ലിംഗസമത്വം, മാനസികാരോഗ്യം, പരിസ്ഥിതി സംരക്ഷണം തുടങ്ങിയ ഉപവിഷയങ്ങളിൽ പല സിനിമകളും ഇവരുടെ ചിന്താഗതിയിലേക്ക് പുതിയ ചോദ്യങ്ങളും ഉത്തരങ്ങളും കൊണ്ടുവരുന്നു. അതേസമയം ചില സിനിമകൾ അസത്യലോകം സൃഷ്ടിച്ച് യാഥാർത്ഥ്യ ബോധത്തെ ബാധിക്കാനും കഴിയും. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് സിനിമയും മനുഷ്യനും തമ്മിലുള്ള ബോധം, എങ്ങനെയൊക്കെയാണ് മനുഷ്യ ജീവിതത്തിൽ അത് ബാധിക്കുന്നത് എന്നുള്ള വിഷയങ്ങളൊക്കെ നമ്മൾ ഇവിടെ എഴുതാം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. കാരണം നമുക്ക് സിനിമയെ കുറിച്ചൊരു പാഠഭാഗത്ത് പഠിക്കാനുണ്ട് അല്ലേ, മീനും ഞാനും എന്ന പാഠഭാഗത്ത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഭാഗവും നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയേണ്ട ഒന്ന് തന്നെയാണ്. ഇത്രയുമാണ് ഈ ഒരു ചോദ്യം എന്ന് പറയുന്നത്. കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിവിടെ നോക്കിയത്. ഇനി നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും കൂടെ നോക്കാം. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക്സ് ഫോർ വാച്ചിങ്.